2024-25 RRB ക്ലർക്കാണ്. ഞാൻ കോമ്പസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത് ഒക്ടോബർ 2022 ഞാനൊരു MSc മാത്സ് ഗ്രാജുവേറ്റ് ആണ്. ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഈ ബാങ്കിങ്ങിനെ പറ്റി ബേസിക് ഐഡിയാസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കോമ്പസ് അക്കാഡമിയാണ് എന്നെ ആ ഒരു ബേസിക് ഐഡിയ ഡെവലപ്പ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ഈ ഒരു സക്സസ്സിലേക്ക് നയിക്കാനുമായിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് തന്നത്. ഈ പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടായാൽ മാത്രം നമുക്ക് പോരാ, നമുക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ മാത്സ് ആയിരുന്നു, വീക്കായിട്ടുള്ള ഏരിയ ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഏരിയയുള്ള മാത്സിനെ ഞാനത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ വീക്കായിട്ടുള്ള ഏരിയ ഇംഗ്ലീഷിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴാണ് എനിക്ക് ഈ സക്സസ്സിലോട്ട് എത്താൻ പറ്റിയത്. എൻ്റെ വീക്കായിട്ടുള്ള ഏരിയ ഇംഗ്ലീഷാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ആദ്യത്തെ IBPS PO ആദ്യത്തെ വർഷം ഞാൻ ഫെയിൽ ആയപ്പോഴാണ്. അതെനിക്ക് സെക്ഷണൽ മാർക്ക് പോലും പാസ്സാവാൻ സാധിച്ചില്ല. രണ്ടാമത്തെ വർഷം ഞാനതിനു വേണ്ടി ആദ്യത്തെ വർഷം ഫെയിൽ ആയപ്പോൾ മുതൽ തന്നെ ഞാനത് കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി യൂട്യൂബ് സോഴ്സസുകളും അതുപോലെ തന്നെ സാറിൻ്റെ എഡിറ്റോറിയൽ ക്ലാസ്സുകളും കറക്റ്റായി ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുകയും കറക്റ്റ് ഓരോ സെക്ഷണൽ ടെസ്റ്റുകൾ എടുക്കുകയും കറക്റ്റായിട്ട് അതിനെ ഫോളോ ചെയ്ത് കൊണ്ടുവന്നാണ് ഞാനത് ഇമ്പ്രൂവ് ആക്കാൻ സാധിച്ചത്. അപ്പോൾ കൺസിസ്റ്റൻസി ഒരു വലിയൊരു കീ ആണ് ഈ ബാങ്കിങ് എക്സാംസിൽ. നമുക്ക് ചുറ്റും ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പല എക്സാമുകളും നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പോയിട്ടുള്ള എക്സാമുകളും ഉണ്ട്. പക്ഷേ അടുത്ത എക്സാമിൽ നമുക്കത് നന്നായിട്ട് പഠിച്ച് മുന്നേറി വരിക എന്നുള്ളതാണ്. ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അതിൽ തന്നെ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടേ, നമുക്കതിൽ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കണം. അതിനുള്ള മോട്ടിവേഷൻ ഞങ്ങൾക്ക് ഇവിടുന്ന് കോമസിൽ നിന്ന് കിട്ടിയിരുന്നു. കോമസിൽ നിന്ന് കിട്ടിയ സുഹൃത്തുക്കളായാലും ഇവിടുത്തെ പഠിക്കാനുള്ള അന്തരീക്ഷങ്ങളായാലും ഒക്കെ ഒരു നല്ലൊരു പോസിറ്റീവ്നെസ് ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ RRB 2024-25 എക്സാമിൽ RRB PO ഇൻ്റർവ്യൂ വരെ എനിക്ക് എത്താൻ പറ്റും. അപ്പോൾ എനിക്കത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇൻ്റർവ്യൂവിൽ ഒരു നല്ലൊരു പെർഫോമൻസ് ഇവിടുത്തെ കോച്ചിങ് കാരണം എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ തരുന്ന കോച്ചിങ്ങിനനുസരിച്ച് നമ്മളും കൂടെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു 100% ഹാർഡ് വർക്ക് ഇട്ടാൽ മാത്രമാണ് ഒരു സക്സസ്സിലോട്ട് നയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് നല്ല പേഷ്യൻസും നല്ല പെർസീവറൻസും അതുപോലെ തന്നെ നല്ല ഹാർഡ് വർക്കിങ്ങും അതുപോലെ തന്നെ സ്മാർട്ട് വർക്കിങ്ങും ആയിട്ടുള്ള നേച്ചറാണ്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വന്നാൽ മാത്രമാണ് എല്ലാ സെക്ഷനുകളിലും നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പെർഫോം ചെയ്ത് മാർക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ഒരു സെക്ഷൻ മാത്രം സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് ഒരു എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇംഗ്ലീഷ് നമുക്ക് വളരെ സ്ട്രോങ് ആയി വെക്കേണ്ട ഒരു സെക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് വീക്കായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നമുക്ക് വർക്കൗട്ട് ആവുന്ന മെത്തേഡ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിൽ റിസർച്ച് ചെയ്ത് നമ്മൾ തനിയെ എപ്പോഴും പഠിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ അതിന് സഹായിക്കാൻ ഒരു ലൈബ്രറി തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒട്ടും ഇംഗ്ലീഷ് പുസ്തകം വായിക്കാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ലൈബ്രറി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന ടൈപ്പ് ഓഫ് ബുക്സ് ഞാനത് ഏറ്റവും ചെറിയ ലെവൽ ഓഫ് കുട്ടികൾ വായിക്കുന്ന ബുക്സ് മുതൽ അത്യാവശ്യം നല്ല എനിക്ക് പറ്റാവുന്ന രീതിയിലേക്കുള്ള ബുക്സ് വരെ ഞാൻ കൃത്യമായി വായിച്ച് ഡെയിലി ഒരു അരമണിക്കൂർ വായനയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചായിരുന്നു ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്, നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഉള്ളൊരു സാറും മിസ്സും അല്ലെങ്കിൽ നമുക്കൊരു അക്കാഡമി നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉറപ്പായിട്ടും സക്സസ്സിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സക്സസ് കിട്ടിയതിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. താങ്ക് യു.